ഒരിക്കൽ കൂടി നമ്മുടെ ബോളേഴ്സിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെ മാസ്മരികമായ പ്രകടനങ്ങൾ കൊണ്ട് 669 റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചെടുത്തത്. ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കെതിരെ നേടിയ വലിയൊരു സ്കോറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബൗളേഴ്സിൻ്റെ ഗുണം പിടികിട്ടിയല്ലോ. ബൗളേഴ്സിൻ്റെ പ്രകടനം ഞാൻ വായിക്കാം, അത് രസമാണ് കേൾക്കാൻ. ബുംറ 33 ഓവറിൽ 112 റൺസ്, 2 വിക്കറ്റ്. അൻഷുൽ കംബോജ് സ്പിന്നർ, സ്പിന്നറല്ല, എന്താ പദ്ധതിന് വിളിക്കുക, സ്പിന്നറിന് വിളിക്കാൻ പറ്റില്ല, ഫാസ്റ്റ് ബോളറിന് വിളിക്കാൻ പറ്റില്ല, ഒരു ബൗളർ. 18 ഓവറിൽ 89 റൺസ്, 1 വിക്കറ്റ്. അധികം അവസരം കൊടുത്തില്ല ബോൾ ചെയ്യാൻ. ഇന്നലെ സ്റ്റോക്സിൻ്റെ മുമ്പിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എക്കോണമി റേറ്റ്. സിറാജ് 30 ഓവറിൽ 140 റൺസ്. ഠാക്കൂർ 11 ഓവറിൽ 55 റൺസ്, ഓൾറൗണ്ടർ, ഇന്ത്യയുടെ മികച്ച ഒരു ഓൾറൗണ്ടാണ്, ഒരു വിക്കറ്റും കിട്ടില്ല. രവീന്ദ്ര ജഡേജ 37.1 ഓവറാണ് എറിഞ്ഞ കേട്ടോ, 143 റൺസ്, 4 വിക്കറ്റ്. ആക്ച്വലി രവീന്ദ്ര ജഡേജൻ്റെ ബോളിങ്ങിലായിരുന്നു നമുക്ക് കുറച്ച് നാളുകളായിട്ട് സംശയം മാറ്റിയെന്നൊന്നുമല്ല. എന്താണെങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ വിക്കറ്റ് എടുക്കുകയും അത്യാവശ്യം കളിയിൽ ഒന്ന് ടൈറ്റ് പിടിക്കാൻ നോക്കിയത് രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും തന്നെയുള്ളൂ. വാഷിംഗ്ടൺ സുന്ദർ 28 ഓവറിൽ 107 റൺസ്, 2 വിക്കറ്റ്. നിങ്ങൾ ആലോചിക്കണം, 9ാം വിക്കറ്റിൽ 95 റൺസ് കൂട്ടുകെട്ട് ഉണ്ടാക്കി കൊടുത്തു കിട്ടിയ അവർക്ക് വേണ്ടി 10ാമത് ഇറങ്ങിയ ബ്രൈഡൻ കാഴ്സ അടിച്ചു 47 റൺസ്, 10ാമത് ഇറങ്ങിയ. അങ്ങനെ ഓരോരുത്തരെ കൊണ്ടും സെഞ്ചുറി അടിപ്പിക്കുക, 50 അടിപ്പിക്കുക തുടങ്ങിയ മാസ്മരിക ബൗളിംഗ് പ്രകടനത്തിലൂടെ ഇന്ത്യ ഇംഗ്ലണ്ടിന് നൽകിയത് 311 എന്ന മാമോത്തിൽ ലീഡാണ്. അതിനെ പ്രതിരോധിക്കാൻ, അതായത് ഈ ബൗളേഴ്സിൻ്റെ എന്താ പറയുക, അടിച്ചുപൊളി, ദൂർത്തടിക്കാന്ന് പറയുന്നത്, ദൂർത്ത് കാരണം ബാറ്റ്സ്മാൻമാരാണ് കഷ്ടപ്പെടുന്നത്. ബാറ്റ്സ്മാൻമാരിന് ഇതെല്ലാം മേക്കപ്പ് ചെയ്ത് ഒരു ലെവലിൽ എത്തിക്കണം.